എല്ലാവർക്കും നമസ്കാരം. മഷ്റൂമാണ് ഇന്നത്തെ സ്പെഷ്യൽ. ഇത് അധികം സ്പൈസി അല്ലാത്ത എന്നാൽ ക്രീമി ആയിട്ടുള്ളൊരു ഗ്രേവിയാണ്. നമ്മുടെ വെള്ളപ്പത്തിനും പത്തിരിക്കൊക്കെ മാച്ചായ ഒരു കറിയാണ്. ആദ്യമേ തന്നെ പറയട്ടെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടനടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി എന്നാൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതാണ്. എന്നാൽ പിന്നെ വളരെ ക്രീമിയായ ഒരു മഷ്റൂം കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിവിടെ 4 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു 8-10 വെളുത്തുള്ളി അതും ചെറുതായിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. പിന്നെ വേണ്ടത് 2 ഇടത്തരം സവാള, അതും ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതാണ്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, അതും ചെറുതായിട്ട് തന്നെ മുറിച്ചെടുക്കാം. ഇനി വേണ്ടത് മഷ്റൂമാണ്. ഇത് നാടൻ മഷ്റൂമാണ്, അതുകൊണ്ടാണ് പ്യുവർ വൈറ്റ് അല്ലാത്തത്. ഞാൻ അരമണിക്കൂർ മഞ്ഞൾ വെള്ളത്തിലിട്ട് വെച്ചിട്ട് കഴുകി മുറിച്ചെടുത്തതാണ്. ഈ പാത്രം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. സ്റ്റീലിൻ്റെ പാത്രമാണ്. ഒരുപാട് ചൂട് വെച്ചാൽ പുകഞ്ഞു പോകും. അപ്പോഴേക്കും ഞാനിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന ചേരുവകളെല്ലാം തന്നെ ഒന്നിച്ചിട്ട് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടി വഴറ്റിയെടുക്കണം. നന്നായിട്ട് താളി വരണം. ഞാനിതിൻ്റെ ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുണ്ട്. സ്റ്റീൽ പാത്രമാണ്, പെട്ടെന്ന് പുകഞ്ഞു പോവും. അതുകൊണ്ടാണ്. കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് വഴന്ന് കിട്ടാനുള്ള ഉപ്പ് മാത്രമേ ഞാനിപ്പോൾ ഇട്ടിട്ടുള്ളൂ. ബാക്കിയുള്ളത് നമുക്ക് നോക്കിയിട്ട് പിന്നീട് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് മുറിച്ചത് അതുകൊണ്ട് ഇത് പെട്ടെന്ന് വഴന്ന് വന്നോളും. മഷ്റൂമും ഇലക്കറികളൊക്കെ കറി വെക്കുമ്പോൾ ആദ്യം കുറച്ച് നേരം മഞ്ഞൾ വെള്ളത്തിലിടുന്നത് വളരെ നല്ലതാണ്. കാരണം എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് ഇതിൽ നീങ്ങിപ്പോയിക്കോളും. ഇനി ഇതിലേക്ക് മഷ്റൂം ചേർത്ത് കൊടുക്കാം. ഈ കറിയിൽ വെള്ളം ചേർക്കുന്നില്ല, അതുകൊണ്ട് ഈ മഷ്റൂം ഒന്ന് കുക്കാവുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. മഷ്റൂമിൽ അത് വേവാനുള്ള ജലാംശം ഉണ്ടാവും, അതുകൊണ്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് മല്ലിപ്പൊടിയും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടി മാത്രമാണ് ചേർത്തത്. ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പുപൊടി കൂടി ചേർക്കാം. ഗ്രേവി കുറച്ച് ക്രീമി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു 200 ml ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് മീഡിയം ഫാറ്റാണ്. ഇനി കുറച്ച് നേരം വറ്റിച്ചെടുക്കണം. ഈ ക്രീമൊക്കെ ഒന്ന് മഷ്റൂമിൽ പിടിക്കുകയും വേണം. അധികമുള്ള ജലാംശം ഒന്ന് പോയി കിട്ടുകയും വേണം. കാരണം തിക്ക് ഗ്രേവിയാണ് നല്ലത്. തിക്ക് ഗ്രേവിയാണ് ടേസ്റ്റും ഉണ്ടാവുക. അപ്പോഴേ ശരിക്കും ക്രീമിയായിട്ട് കിട്ടുകയുള്ളൂ. മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഈ ഗ്രേവിയുടെ കളർ ഒന്ന് ചേഞ്ചായി വൈറ്റ് അല്ല. അതുകൊണ്ട് ഒന്ന് ബ്രൈറ്റ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഫ്രഷ് മല്ലിയിലയും കസ്തൂരി മേത്തിയും കൂടെ ചേർത്ത് കൊടുക്കാം. കസ്തൂരി മേത്തി എന്നാൽ ഉലുവച്ചീരയുടെ ഇല ഉണങ്ങിയതാണ്. കസ്തൂരി മേത്തിയും ഫ്രഷ് ക്രീമൊക്കെ ചേരുമ്പോൾ ഈ മഷ്റൂമിന് ഒരു പ്രത്യേക രുചിയാണ്. കുറച്ചൊരു ഗ്രേവി വേണ്ടവർക്ക് ഇപ്പം തന്നെ എടുക്കാം കേട്ടോ. ഒന്നുകൂടി വറ്റിച്ചെടുക്കുന്നുണ്ട്. ഞങ്ങൾക്കിത് രാത്രിയിലേക്കുള്ളതാണ്. രാവിലെ ചുട്ട വെള്ളപ്പത്തിൻ്റെ മാവ് ബാക്കിയുണ്ട്. അപ്പോൾ വെള്ളപ്പവും മഷ്റൂം കറിയും ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ ഗ്രേവി തിക്കായി വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓഫാക്കി ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. വളരെ ടേസ്റ്റിയായ ക്രീമിയായ മഷ്റൂം കറി റെഡി ആയിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ കഴിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമല്ലോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. മാത്രമല്ല എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്നെ അറിയിക്കുക. അഭിപ്രായങ്ങൾ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി. ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക. ഇനിയും വ്യത്യസ്തമായ മറ്റൊരു റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.